29-ാം വയസ്സിൽ തന്റെ ആദ്യ ലോകകപ്പ് മത്സരത്തിന് ഇറങ്ങുന്നു. കളി കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ ചരിത്രത്തിൽ ആർക്കുമില്ലാത്തൊരു നാണക്കേടുമായി അയാൾക്ക് കളം വിടേണ്ടി വരുന്നു. എന്നാൽ അവിടം കൊണ്ടൊന്നും അയാളുടെ പോരാട്ടത്തിന്റെ കഥ അവസാനിക്കുന്നില്ല. മറിച്ച് അതൊരു പുതിയ തുടക്കമായിരുന്നു. പറഞ്ഞു വരുന്നത് സ്പാനിഷ് പടയാളി മൈക്കൽ ഒയർസബാലിനെ കുറിച്ചാണ്. 2026 ഫിഫ ലോകകപ്പിലെ ആദ്യ സെമി ഫൈനലിസ്റ്റുകളായി സ്പെയിൻ മുന്നേറുമ്പോൾ അതിൽ നിർണായക സാന്നിധ്യമാണ് ഒയർസബാൽ. ലാ റോജ എതിരാളികളുടെ വലയിലേക്ക് അടിച്ചു കയറ്റിയ 13 ഗോളുകളിൽ 5 എണ്ണവും അയാളുടെ കാലിൽ നിന്നാണ്. ഇപ്പോൾ സ്പാനിഷ് പടയുടെ ഹീറോയാണെങ്കിലും 2026 ലോകകപ്പിൽ താരത്തിന് മികച്ച തുടക്കമല്ല ലഭിച്ചത്. ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ കേപ്പ് വെർദക്കെതിരെ ആദ്യ 30 മിനിറ്റിൽ താരത്തിന് ഒരു തവണ പോലും പന്ത് കാൽകൊണ്ട് തൊടാനായിരുന്നില്ല. 31-ാം മിനിറ്റിലാണ് ആദ്യമായി അയാൾ പന്ത് ടച്ച് ചെയ്യുന്നത്. ഇതോടെ ലോകകപ്പിലെ ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യ 30 മിനിറ്റുകളിൽ ബോൾ തൊടാൻ സാധിക്കാത്ത ആദ്യ താരമെന്ന അനാവശ്യ റെക്കോർഡ് സ്ട്രൈക്കർ തന്റെ തലയിൽ ചൂടി. ഒരു സാധാരണ താരം തളർന്നു പോയേക്കാവുന്ന നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ പിന്നീട് കഥയെല്ലാം മാറി. സ്പെയിനിന്റെ 2-ാം മത്സരത്തിൽ തന്നെ ഒയർസബാൽ ഉഗ്രൻ തിരിച്ചുവരവ് നടത്തി. സൗദി അറേബ്യക്കെതിരെ ലാ റോജ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് വിജയിച്ചപ്പോൾ 2 ഗോളുകളും അടിച്ചത് താരമായിരുന്നു. കൂടാതെ ഒരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു. ഉറുഗ്വയ്ക്കെതിരെ ഗോളടിക്കാൻ സാധിച്ചില്ലെങ്കിലും സ്പെയിനിന്റെ വിജയത്തിൽ നിർണായകമായ അയാൾ നോക്കൌട്ടിൽ ഓസ്ട്രിയയെ നേരിട്ടപ്പോൾ ഇരട്ട ഗോളുമായി തിളങ്ങി. പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലും വല കുലുക്കാൻ സാധിച്ചില്ലെങ്കിലും പോർച്ചുഗലിനെയും ബെൽജിയത്തെയും അയാൾ വിറപ്പിച്ചു. പിന്നാലെ ഇപ്പോൾ സെമിയിലും ഒയർസബാൽ ഗോൾ നേടിയിരിക്കുന്നു. പെനാൽറ്റിയിലൂടെ ഫ്രാൻസിനെതിരെ സ്പെയിനിന് ലീഡ് നൽകിയത് അയാളുടെ ഗോളായിരുന്നു. ഈ ലോകകപ്പിലെ തന്റെ 5-ാം ഗോൾ 22-ാം മിനിറ്റിൽ ഫ്രഞ്ച് വലയിലേക്ക് അടിച്ചു കയറ്റിയ അയാൾ ചരിത്രം കൂടെയാണ് സൃഷ്ടിച്ചത്. ഒരു ലോകകപ്പ് എഡിഷനിൽ സ്പെയിനിനായി കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന നേട്ടത്തിൽ എമിലിയാനോ ബ്രുട്ടഗോനേക്കും ഡേവിഡ് വിയക്കുമൊപ്പം തന്റെ പേര് കൂടി ചേർത്തു വെച്ചു. 2026 ലോകകപ്പിൽ 0-ൽ നിന്ന് തുടങ്ങിയ അയാൾ ഇപ്പോൾ സ്പാനിഷ് പടയുടെ ഹീറോയായി മാറിയിരിക്കുന്നു. ചിലരുടെ കഥകൾ അങ്ങനെയാണ്. എപ്പോഴും നല്ല തുടക്കങ്ങൾ ലഭിക്കണമെന്നില്ല. പക്ഷേ ലഭിക്കുന്ന അവസരങ്ങൾ മെല്ലെ മെല്ലെ പരിണമിച്ചതൊരു കവിതയായി മാറും.